ഇനിയിപ്പോൾ പുതിയ ക്യാപ്സ്യൂളുമായിട്ടെത്തുക എം സ്വരാജ് തന്നെയായിരിക്കും. ഇലക്ഷൻ സമയത്ത് വലിയ വലിയ ചിന്തകളും വലിയ വലിയ വായിൽ കൊള്ളാത്ത വാക്കുകളുമായി ഇറങ്ങി വാർത്താ സമ്മേളനങ്ങൾ നടത്തി CPM-നെ തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഇയാളുടെ വാർത്താ സമ്മേളനമൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയും അടുത്ത പാർട്ടി സെക്രട്ടറി സഖാവ് സ്വരാജാണ്, ഭാവിയിലെ മുഖ്യമന്ത്രി ഇദ്ദേഹമായിരിക്കും തുടങ്ങിയ ചില വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കേട്ടു. അത്രയും ബുദ്ധിമാനും ചിന്തകനും ഇടതുപക്ഷ ചിന്താധാരയുടെ ഏറ്റവും പ്രകടമായ മകുടമായ ഉദാഹരണത്തിൻ്റെ ഒരു പ്രതിബിംബമായിട്ടൊക്കെ തന്നെ എം സ്വരാജിനെ എല്ലാവരും വാഴ്ത്തിപ്പാടി. ഇനിയിപ്പോൾ ന്യായീകരണത്തിലും ഇങ്ങനെയൊക്കെ തന്നെ പറയും. നേരത്തെ പറഞ്ഞത് ഞാൻ പല വാർത്തകളിലും സൂചിപ്പിച്ചതാണ്, തോറ്റത് ജനങ്ങളാണ്. അതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ന്യായീകരണം. ഇടതുപക്ഷമല്ല തോറ്റത്, CPM അല്ല തോറ്റത് ജനങ്ങളാണ് എന്ന തുടക്കത്തോടുകൂടി ആയിരിക്കും അടുത്ത ന്യായീകരണ ക്യാപ്സ്യൂളുമായി എം സ്വരാജ് രംഗത്ത് വരിക. തോറ്റ MLA എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല, ഇത്തവണ സീറ്റ് കൊടുത്തില്ല. തൃപ്പൂണിത്തുറയിൽ തോറ്റ വ്യക്തിയാണ്. തോൽക്കുക എന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്തിൽ അതൊരു പുതിയ കാര്യമോ അല്ലെങ്കിൽ അതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷേ തോറ്റ ശേഷവും ജനങ്ങളാണ് തോറ്റത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലമൊന്നുമല്ല, ആൾക്കാർ താടിക്കിട്ട് തട്ടും. കാരണം ജനങ്ങളെ ഒന്നടങ്കം പരിഹസിച്ച് ജനങ്ങളെ ഒന്നടങ്കം അവഹേളിക്കുന്ന പ്രസ്താവനകളാണ് അതൊക്കെ. ഇനിയിപ്പോൾ പുതിയൊരു പ്രസ്താവന വരുമായിരിക്കും. 1000 ശരികൾക്കിടയിൽ, ഒരു സുഹൃത്ത് എഴുതി അയച്ചതെന്നാണ്, 1000 ശരികൾക്കിടയിൽ അരത്തെറ്റെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആർജവത്തോടെ തിരുത്തും എന്ന സഖാവ് സ്വരാജ് ചിലപ്പോൾ ഒരു ക്യാപ്സ്യൂളുമായി എത്തുമായിരിക്കും. 1000 ശരികൾക്കിടയിൽ അരത്തെറ്റ്, ഇത് 1000 തെറ്റുകൾക്കിടയിൽ അരശരി പോലുമില്ല. ഈ 2 തവണയും ഈ 10 വർഷം ഭരിച്ചിട്ടും 1000 തെറ്റുകൾ ചെയ്തിട്ടും അല്ലെങ്കിൽ എണ്ണമറ്റ തെറ്റുകൾ ചെയ്തിട്ടും ജനങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടും ധൂർത്ത് നടത്തിയിട്ടും സ്വജനപക്ഷപാതം നടത്തിയിട്ടും രാഷ്ട്രീയ ഗുണ്ടായുസം കാണിച്ചിട്ടും പോലീസിനെ അടക്കം അടക്കി ഭരിച്ചിട്ടും CPM സഖാക്കളെ കയറൂരി വിട്ടിട്ടും CPM ഗുണ്ടകളെ വളർത്തി വലുതാക്കിയിട്ടും ജനങ്ങളെ ദ്രോഹിച്ച് നശിപ്പിച്ച് ഒരു പരുവത്തിലെത്തിച്ചിട്ടും ഞങ്ങൾ ശരി ചെയ്തു എന്ന് പറയാൻ ഉളുപ്പില്ലേ എന്ന് ചോദിക്കും ജനങ്ങൾ. വീണ്ടും വീണ്ടും ചോദിക്കും. സഖാക്കൾ തന്നെ ചോദിക്കും. സഖാക്കൾ തന്നെ തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ്റെയൊക്കെ വിജയം അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. പയ്യന്നൂരിൽ കാണിച്ച തോന്നിയാസങ്ങൾക്ക് പയ്യന്നൂരിലെ സഖാക്കളാണ് മറുപടി കൊടുത്തത്. UDF പിന്തുണച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പയ്യന്നൂരൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. ചരിത്രത്തിൽ അവിടെ UDF-ഓ കോൺഗ്രസോ ജയിച്ചിട്ടില്ല. അതാ ഇപ്പോൾ UDF പിന്തുണയോടെ സഖാവ് തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. CPM-കാർ തന്നെ ഇവരെ തിരിഞ്ഞുകൊത്തും. എന്താണ് സഖാവേ ഇങ്ങനെ എന്ന് ചോദിക്കും. ചിലപ്പോൾ സഖാവേ എന്നുള്ള പദം മാറ്റി വേറെ വല്ല പദപ്രയോഗമായിരിക്കും നടത്തുന്നത്. അപ്പം 1000 ശരികൾക്കിടയിൽ അരത്തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉഡായിപ്പ് ക്യാപ്സ്യൂളും നമ്പറുമായിട്ട് എം സ്വരാജ് രംഗത്തിറങ്ങുമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. അതിലും വലുത് ചിലപ്പോൾ കയ്യിൽ കാണുമായിരിക്കും. ജനങ്ങളെ എന്തെങ്കിലും പരിഹസിക്കാനോ കളിയാക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ BJP ആയിട്ട് വോട്ടിടിയിൽ ഉണ്ടാക്കി എന്ന് പറയാനോ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ പരിപാടികളുമായിട്ട് ഇറങ്ങും. എന്ത് വന്നാലും തോറ്റു എന്ന് സമ്മതിക്കില്ലല്ലോ, ഒരിക്കലും സമ്മതിക്കില്ല. ഇത് തോറ്റതല്ല, മറ്റവർ ജയിച്ചതാണ് എന്ന് പറയും. ഒരാൾ ജയിക്കുമ്പോൾ മറ്റേയാൾ തോൽക്കുമല്ലോ. അങ്ങനെയുള്ളൊരു സ്വാഭാവിക യുക്തി പോലും മനസ്സിലേക്ക് വരാത്തവരാണ് ഈ തോൽവി സമ്മതിക്കാൻ പോകുന്നത്. ഒരിക്കലും സമ്മതിക്കില്ല. തങ്ങൾ തോറ്റു എന്ന് ഒരിക്കലും സമ്മതിക്കില്ല. തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കില്ല. എന്തായാലും തിരുത്തും എന്ന് പറയും. ചിലപ്പോൾ തിരുത്തുമെന്ന് പറയുകയുള്ളൂ, തിരുത്തുകയുമൊന്നുമില്ല. ഇതൊക്കെ തിരുത്തുകയാണെങ്കിൽ ഇവരൊക്കെ എന്നേ നന്നായി പോയേനെ. എന്നേ നല്ല കമ്മ്യൂണിസവും നല്ല ആശയങ്ങളും നല്ല പുരോഗമനവാദവും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വരേണ്ടത് തന്നെയാണ്. അത് നല്ല രീതിയിൽ നടന്നിരുന്നു എങ്കിൽ, നല്ല തിരുത്തുകൾ വന്നിരുന്നു എങ്കിൽ ഇവരൊക്കെ നല്ല ആളുകളായി മാറിയേനെ. ഇപ്പോൾ ഇവർ ശരിക്കും വർഗശത്രുക്കളും വർഗവഞ്ചകരും മനുഷ്യവഞ്ചകരുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു CPM സഖാക്കൾ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ തെറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ തിരുത്താനാണെങ്കിൽ അതിനെ നേരം കാണുകയുള്ളൂ. ഒരിക്കലും അവർ തിരുത്തില്ല. കാരണം തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചാലല്ലേ തിരുത്താൻ പറ്റൂ.